32 ദിവസമായി. ഇന്ന് പൊങ്കാല ദിനം കൂടെയാണ്, അപ്പോൾ ഒരു പ്രാർത്ഥനയും കൂടെയാണ്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ വ്രതശുദ്ധിയോടുകൂടി പൊങ്കാലയിടുന്ന ആരെന്ന് കേട്ടാൽ സെക്രട്ടറിയുടെ നടൽ ആശമാരാണ്. 32 ദിനരാത്രങ്ങൾ പൊരി വെയിലത്തും പെരുമഴയത്തിരുന്നൊരു തപസ് പോലെ തന്നെയാണ്. ഇതിൻ്റെ ഫലം ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ആശമാരെയൊക്കെ ആറ്റുകാലമ്മ മനം നിറഞ്ഞ് അനുഗ്രഹിക്കും. ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കഷ്ടപ്പാട് തന്നെയാണ്. കാരണം ഈ ഒരു നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ഒരു ആശാ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയധികം കോവിഡ് കാലത്തൊക്കെ തന്നെ നിങ്ങളൊക്കെ നല്ല രീതിയിൽ ഈ ജനങ്ങളെ സേവിച്ചിരുന്നു. പക്ഷേ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പരിഗണന എന്ന് പറയുമ്പോൾ അത് കൈപ്പേറിയ അനുഭവങ്ങളാണ്. പല രീതിയിലുള്ള പരിഹാസങ്ങൾ, അധിക്ഷേപങ്ങൾ, പാട്ടപെറുക്കലുകാർ, ഇറുക്കിലികൾ, സാംക്രമിക രോഗം പരത്തുന്ന കൃമികീടങ്ങൾ, അത് നമ്മുടെ നേതാക്കന്മാരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും അവൻ ആർക്ക് വേണ്ടിയാണ് സമരം നടത്തുന്നത്? ഞങ്ങൾ ആശമാർക്ക് വേണ്ടിയല്ലേ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു കുറവെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പാർട്ടിയുടെയും കൊടിയുടെ അടിസ്ഥാനത്തിലല്ല ഇരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ആശാ വർക്കേഴ്സ് പല രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരാണ്. ഞങ്ങൾക്കിവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഒരൊറ്റ വികാരമേ ഉള്ളൂ, ആശാ വർക്കേഴ്സ്. ഈ കേരളത്തിലെ എല്ലാ ആശാ വർക്കേഴ്സിനും വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ നടയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഈ 30 ദിവസം ആയപ്പോഴത്തേക്കും കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവിൽ വർധന ഉണ്ടാക്കുമെന്ന് ഒരു പ്രഖ്യാപനം നടത്തി. അത് ഞങ്ങൾക്ക് ഇവിടെ തിരുവനന്തപുരത്തുള്ള ആശമാർക്ക് മാത്രമല്ല, കേരളത്തിലും നമ്മുടെ ഇന്ത്യ ഒട്ടാകെയുള്ള 10 ലക്ഷത്തോളം വരുന്ന എല്ലാ ആശാ വർക്കേഴ്സിനും അതിൻ്റെ ആനുകൂല്യം കിട്ടുക ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇനി ഓരോ സംസ്ഥാനത്തിലും ഓരോ ആശാ വർക്കേഴ്സും അവരുടെ ജോലിയെക്കുറിച്ചും അവരുടെ ആ ഒരു തൊഴിലിൻ്റെ റിസ്കിനെ കുറിച്ചും മനസ്സിലാക്കിക്കൊണ്ട് അതാത് ഭരണകൂടങ്ങളോട് അവരുടെ അവകാശങ്ങൾ ചോദിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ? സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് യോജിച്ച ഒരു അനുകൂലമായ നടപടി കണ്ടെത്തി ഞങ്ങളെ പറഞ്ഞ് വീട്ടിലേക്ക് വിടും. ഞങ്ങൾ തിരിച്ച് ഫീൽഡിലേക്ക് ജോലിക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. അനുകൂലമായൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. കാരണം അവർ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം കർണാടക, ആന്ധ്രാപ്രദേശ് മുതലായ സർക്കാരുകളൊക്കെയും ആശാ വർക്കേഴ്സിന് വേണ്ടി പല സ്കീമുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആകെയുള്ളൊരു ഇടതുപക്ഷ സർക്കാരാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും തൊഴിലാളി പ്രസ്ഥാനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാവണം. അവരുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഞങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയാണ്. അപ്പം ഞങ്ങളും തൊഴിലാളികളാണ്, സ്ത്രീ തൊഴിലാളികളാണ്. അവരോട് ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി വനിതാ മതിലും സ്ത്രീപക്ഷ സുരക്ഷയും രാത്രി നടത്തും വനിതാ ജംഗ്ഷനും ഒക്കെ സംഘടിപ്പിക്കുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞ് വാചാലമായിട്ട് കാര്യമില്ല. പ്രവൃത്തിയിൽ ഒരു സർക്കാരിന് വേണ്ടത് വാക്കുകളെക്കാളും പ്രവൃത്തിയാണ്. കാരണം ഒരു ഭരണ തുടർച്ച അവർക്ക് കിട്ടണമെന്ന് അവരിങ്ങനെ പറയണമെങ്കിലും അത് അടിസ്ഥാന വർഗത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും ഒരു ഭരണകൂടത്തിന് നിലനിൽപ്പുണ്ടായിട്ടില്ല. നമ്മുടെ 100% ആൾ എടുക്കുമ്പോഴും 90% അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവരാണ്. മിഡിൽ ക്ലാസ് വരുന്നുണ്ട്, അപ്പർ ക്ലാസ് വരുന്നുണ്ട്, കുറച്ച് പേര് മാത്രമേ വലിയ അതിസമ്പന്നരായിട്ടുള്ളൂ. എപ്പോഴും ഒരു ഭരണകൂടത്തെ തുണയ്ക്കുന്നത് സാധാരണ ജനങ്ങളാണ്. അവരെ മറന്നുകൊണ്ട് ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായും അവരുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് ഈ പൊങ്കാലയുടെ ഒരുക്കങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഒരുപാട് പേർ, അതായത് ഈ ആശാ പ്രവർത്തകർ തന്നെയാണ് ഈ ഒരു പൊങ്കാലയ്ക്ക് ഇവിടെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ നേതൃത്വം നൽകുന്നത്. ഒരുപോലത്തെ സാരിയൊക്കെ ഉടുത്ത് ഇവിടെ അമ്മമാരുണ്ട്. അവരൊക്കെ തന്നെ രാവിലെ ഇവിടെ കുളിച്ച് ഇവിടെ എത്തി. വെളുപ്പിന് തന്നെ നമ്മളിവിടേക്ക് എത്തിയപ്പോൾ തന്നെ എല്ലാവരും തയ്യാറാണ്. എന്താ ഇന്ന് പൊങ്കാല ദിവസം ഭക്തിയുടെ ഒരു നിറവിലാണ് ഈ ഒരു സമരപ്പന്ത്? ഭക്തിയുടെ നിറവിലാണ്. എല്ലാ വർഷവും പൊങ്കാല ഇടുന്നവരാണോ? ഞങ്ങൾ 12 വർഷം കൊണ്ട് ഇടുന്നവരാണ്. 12 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന അമേരനടയിൽ. നമ്മൾ എല്ലാ വർഷവും കിള്ളിപ്പാലം സ്കൂളിൻ്റെ അവിടെ ഫ്രണ്ടിലായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് സമരമായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ. ഇപ്പോൾ ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യല്? തെരളി, മണ്ടപ്പൂറ്റ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്, പായസം എല്ലാം ഉണ്ട്. ഇന്ന് പുതിയൊരു അനുഭവമാണല്ലേ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊങ്കാല ഇടുന്നത്? ആദ്യമായിട്ടുള്ള അനുഭവമാണ്. ബാക്കിയെല്ലാം നമ്മൾ ഓരോരോ സ്ഥലങ്ങളിലാണ് പോയിടുന്നത്. മിക്കവരും ഒരു വീട്ടിലാണ് പോയി ഇടാറുള്ളത്. പിന്നെ ഇന്ന് ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരേ വികാരമാണ്, എല്ലാ അമ്മമാർക്കും. അതോടൊപ്പം തന്നെ ഓരോ സ്ഥലങ്ങളിൽ, ഓരോ ജില്ലയിൽ നിന്നും അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഈ അനന്തപുരിയിലേക്ക് എത്താറുണ്ട്. അപ്പോൾ ഈ കിലോമീറ്ററുകൾക്ക് അപ്പുറവും ഇത്തരത്തിൽ പൊങ്കാല ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ ആശാപ്രവർത്തകരെ കാണാൻ സാധിക്കും. ഓരോരുത്തരും അങ്ങനെ ഓരോ വിഭവങ്ങൾ, അതായത് അമ്മയ്ക്ക് അർപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരളിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. തിരളി തുടങ്ങിക്കഴിഞ്ഞു. തിരളി, മണ്ടപ്പുറ്റ്,
പ്രസാദം ഇത് മൂന്നും ഞങ്ങൾ വെക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നതാണ്. എന്നാൽ ഞങ്ങൾ സമരത്തിനും കൂടെയാണ്. ഇവിടെ ആകുമ്പോഴത്തേക്ക് അമ്മയെ മറക്കാൻ ഒക്കില്ല, ഞങ്ങൾക്ക് പൊങ്കാല ഇടാൻ പറ്റും, സമരത്തിനും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ വർഷം ഞങ്ങൾ ആശമാര് സമരത്തിൽ പങ്കെടുക്കുന്നവർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ പൊങ്കാല ഇടാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ ഓരോ അമ്മമാരും അത് തന്നെയാണ് പറയുന്നത്. അവരൊക്കെ വെവ്വേറെ സ്ഥലങ്ങളിൽ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നവരാണ്. അവരൊക്കെ ഇന്ന് ഒത്തുകൂടി ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അങ്ങനെ പൊങ്കാല ഇടുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ ഓരോരുത്തരും ഓരോ ജോലിയിലാണ്. ഇനി കുറച്ചു സമയം കഴിയുമ്പോൾ തന്നെ ഈ ഒരു പണ്ടാര അടുപ്പിൽ അഗ്നി പകരുമ്പോൾ ഇങ്ങോട്ടേക്ക് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും ഈ അടുപ്പുകളിലേക്ക് അഗ്നി പകരും. പിന്നാലെ എല്ലാ സ്ഥലങ്ങളിലേക്കും, അതായത് ഈ അനന്തപുരി ഒന്നാകെ ഒരു യാഗശാലയായി മാറുകയാണ്. അത്തരത്തിലൊരു പുണ്യദിനത്തിൽ ഇന്ന് ആശാപ്രവർത്തകരും ഈ ഒരു പൊങ്കാലയുടെ ഭാഗമാവുകയാണ്. അവർ എല്ലാ വർഷവും ഭക്തിയോടുകൂടെ അർപ്പിക്കുന്നതാണ്. അർപ്പണ മനോഭാവത്തോടുകൂടി ഓരോ അമ്മമാരും ആറ്റുകാലമ്മയ്ക്ക്, അതായത് മാതൃഭാവത്തിലുള്ള ദേവീ സ്വരൂപം ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുകയാണ്. അത് കാര്യസിദ്ധിക്കും അതോടൊപ്പം തന്നെ ഐശ്വര്യത്തിനും വേണ്ടി ഓരോ ഭക്തരും ഇവിടേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ഈ അടുപ്പുകളൊക്കെ കാണാം, അങ്ങനെ തയ്യാറായിരിക്കുകയാണ്. ഇനി ഓരോ സമയം കഴിയും തോറും ഓരോ വിഭവങ്ങൾക്കുള്ള ഈ പൊങ്കാല നൈവേദ്യത്തിനുള്ള ഓരോ കാര്യങ്ങളായി അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ? മണ്ടപ്പുറ്റുണ്ടാക്കാൻ. വേറെ തെരളി എല്ലാം ഉണ്ട്, തെരളിയുണ്ട്, പായസമുണ്ട്. അപ്പോൾ കൂടുതൽ പേരും ഈ മണ്ടപ്പുറ്റ്, തെരളി, പായസം എന്നിവയാണ് അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. അതിലൊക്കെ തന്നെ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല സ്വാഭാവികമായും ഈ അനന്തപുരിക്കാർക്ക് മാത്രമല്ല, അത് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവർക്കും ഇത്തരത്തിൽ തെരളിയായാലും മണ്ടപ്പുറ്റായാലും അതൊക്കെ അമ്മയ്ക്ക് അർപ്പിക്കുമ്പോൾ അതിനൊക്കെ കാര്യസിദ്ധിക്കും, അവരുടെ ഈ ഐശ്വര്യത്തിനും. അതോടൊപ്പം തന്നെ അവരൊക്കെ ആദ്യം ആറ്റുകാലമ്മയെ തൊഴുക എന്നുള്ളതാണ്. തൊഴുത ശേഷം ഈ പൊങ്കാല അർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലും വലിയ തിരക്ക് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ നഗരത്തിലൊന്നാകെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഓരോ റോഡിലേക്ക് ഇറങ്ങുമ്പോഴും ഇരുവശത്തും അങ്ങനെ കല്ലുകൾ അടക്കി അതിൽ കലങ്ങൾ വെച്ചുകൊണ്ട് ഓരോ അമ്മമാരും അങ്ങനെ കാത്തിരിക്കുകയാണ്. തൊഴുകൈയോടുകൂടി അവർ ഈ അടുപ്പിലേക്ക് അഗ്നി പകർന്ന ആ പൊങ്കാല തിളയ്ക്കുമ്പോൾ അവരുടെ മനസ്സും അതുപോലെ തന്നെയാണ് അമ്മയോടുള്ള ആ ഒരു ഭക്തിപൂർവം അത്തരത്തിൽ അവർ ആത്മസംതൃപ്തിയോടുകൂടി അർപ്പിക്കുന്നതാണ് ഈ പൊങ്കാല. ഈ പൊങ്കാല ദിനത്തിൽ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.